മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ സീറ്റ് നിർണയത്തോടെ RJDയുമായി ഉടലെടുത്ത തർക്കങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ട് പട്നയിലേക്ക്. ഇന്ത്യ സഖ്യ പാർട്ടികൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിൽ തർക്കങ്ങൾ പരിഹരിച്ച് പ്രചാരണം ഏകോപിപ്പിക്കലാണ് ലക്ഷ്യം. സഖ്യ നേതാക്കളുടെ സംയുക്ത വാർത്താ സമ്മേളനം ഇന്ന് പട്നയിൽ നടക്കും. രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പമുണ്ട്. ഗുഡ് മോർണിംഗ്. ഈ ഒരേ സഖ്യത്തിലുള്ള ആളുകൾ തന്നെ നേർക്കുനേർ തെരഞ്ഞെടുപ്പിൽ എത്തുക, ആ ഒരു തർക്കങ്ങളൊന്നും പരിഹരിക്കപ്പെടാതെ പോവുക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വരുന്ന ഒരു പരാജയത്തെക്കാൾ ഒരു പക്ഷേ രാഷ്ട്രീയമായ ഏറ്റവും വലിയ പരാജയമായിരിക്കും അത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗെഹ്ലോട്ട് അവിടേക്ക് എത്തുകയാണ്. ഈ പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷ? വോട്ടവകാശ യാത്രയിൽ കണ്ട ഐക്യമൊന്നും തന്നെ സീറ്റ് നിർണയത്തിൽ ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടായില്ല. മാത്രവുമല്ല, ഇപ്പോഴും 10 സീറ്റുകളിൽ പാർട്ടികൾ, ഇന്ത്യ സഖ്യ പാർട്ടികൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ട്. ഇതിൽ തന്നെ ബീഹാർ ഷെരീഫിലും ബച്ച്വാരയിലും രാജാപക്കറിലുമൊക്കെ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കുകയും ചെയ്തു. ഇവിടെ CPIക്കെതിരെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളുണ്ട്. ഇനി രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കുകയാണ്. ഇതിനു മുൻപായി തർക്കങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് കോൺഗ്രസിനുള്ളത്. കാരണം 5 സീറ്റുകളിലാണ് RJDയും കോൺഗ്രസും നേർക്കുനേർ വരുന്നത്. അതിൽ ലാൽഗഡിൽ കോൺഗ്രസ് പത്രിക പിൻവലിക്കാൻ തയ്യാറായി. അപ്പോഴും RJDയും കോൺഗ്രസും 4 സീറ്റുകളിൽ നേർക്കുനേർ വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ. കാരണം ഇനിയും ഈ ഭിന്നത തുടർന്നാൽ സൗഹൃദ മത്സരമൊക്കെ എന്ന് പറയുമെങ്കിൽ പോലും അത് മുന്നണിയുടെ സാധ്യത തന്നെയാണ് ഇല്ലാതാക്കുക. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ ഇപ്പോഴത്തെ നീക്കം. KC വേണുഗോപാൽ തേജസ്വി യാദവുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അശോക് ഗെഹ്ലോട്ടിനെ പട്നയിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഗെഹ്ലോട്ട് നിലവിൽ ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള നിരീക്ഷകനാണ്. ICCയുടെ മുതിർന്ന നിരീക്ഷകനാണ് ഗെഹ്ലോട്ട്. പട്നയിലെത്തുന്ന അദ്ദേഹം RJD നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. അങ്ങനെ പരമാവധി സീറ്റുകളിൽ പത്രിക പിൻവലിക്കാൻ കഴിയുമെങ്കിൽ പിൻവലിക്കുക, ആ ലക്ഷ്യം തന്നെയാണ് ഈ സന്ദർശനത്തിൽ ഉള്ളത്. കൂടാതെ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രവർത്തനം 2 പാർട്ടികളെയും ഒരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോഴുള്ള ഭിന്നത അത് വരും ദിവസങ്ങളിൽ തുടർന്നാൽ അത് മുന്നണിയുടെ സാധ്യതയെ ബാധിക്കും. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് വരും ദിവസങ്ങളിലെ പ്രചാരണം, ഒപ്പം തന്നെ പ്രകടന പത്രിക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്യാനാണ് ഗെഹ്ലോട്ട് ഏതായാലും പട്നയിലേക്ക് എത്തുന്നത്. ഇന്ന് പട്നയിൽ സംയുക്ത വാർത്താ സമ്മേളനം RJDയുടെ നേതാക്കളും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും അതിൽ പങ്കെടുക്കും. ഇതോടുകൂടി പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ നേതാക്കൾ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്.